നടക്കില്ല, നമുക്ക് സോളാർ കാണണം. ഇത് സെയിം തന്നെയാടാ. നീ ഇത് ഇന്ന് സോളാർ എക്ലിപ്സ് ആണ് നേരത്തെ അറിഞ്ഞായിരുന്നോ? ഇങ്ങനെ സംഭവം അന്നേരം കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ അല്ല, വേറെ ഒരു മറ്റേ നീല ലൈറ്റൊക്കെ പോകുന്നതിൻ്റെ കുറേ റീൽ വന്നായിരുന്നല്ലോ. അന്നേരം ഇടയ്ക്ക് അന്ന് ഡേറ്റ് കാണുമ്പോൾ ഞാനിങ്ങനെ അറിഞ്ഞു നോക്കിയായിരുന്നു. പിന്നെ ദിവസം വിളിച്ചു, നേരത്തെ ഈ ദിവസത്തിന് ഭയങ്കര സന്തോഷം. പോയാലും അത് പറഞ്ഞപ്പോഴത്തേക്ക് അതിലാണ് സന്തോഷം. പിന്നെ ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴേ, സാധാരണ ആരിലേക്ക് വിളിച്ചു ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് പറയായിരുന്നു, എന്നാൽ ഇതിപ്പോൾ അവിടെയും പോയി സന്തോഷമാണ്, ഇപ്പോൾ ദിവസത്തിന് സന്തോഷം. അവളാണെങ്കിൽ അതിലേറെ സന്തോഷം. ഇന്നലെ എന്ത് പറ്റിയത് അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ തന്നെ അണയ്ക്കാൻ തുടങ്ങി. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിയത്തില്ല, സമയം പോകുന്ന അറിയത്തില്ല. മടുപ്പും ആ ഒരു രാത്രി ആയതുകൊണ്ടാ, പകലാണെങ്കിൽ അറിഞ്ഞാൽ പെട്ടെന്ന്. വേറെ കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ മലയുടെ മണ്ടയിൽ കയറുന്നു. ലോകം കിടന്നുറങ്ങുമ്പം നല്ല സമാധാനമുള്ള അന്തരീക്ഷം. റേഞ്ചും ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആരും വിളിച്ച് ശല്യം ചെയ്യത്തില്ല. അങ്ങനത്തെ ഒരു ബോധം സത്യം. ഓ, അതൊക്കെ ഏതാണാവോ സിറ്റി? സൂം ചെയ്തിട്ടൊന്നും കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഓ, ഇവിടുത്തെ കല്ല് അടന്നു പോയോ? ഓക്കെ, ഇനിയുണ്ടോ? ഓ യാ, പാതിരാക്കളിയോ? ഓ, കിട്ടി. എത്തി. ഓ, ആ കുരിശ് കണ്ടപ്പോൾ ഒരു സമാധാനം. വേണ്ട, പുതപ്പുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കിട്ടുന്നുണ്ടോ? ഓ, അത്ര പുല്ല് കിട്ടുന്നത്. നിങ്ങളെന്തിനു പോയാൽ പശുവിന് പുല്ല് പറിക്കുമ്പോൾ കാലിത്തൊഴുത്തിൽ. ഓ, ഇനിയിപ്പോൾ ഇവിടെ ഈച്ചയുടെ ശല്യം കൂടും. എന്നാന്നറിയോ, നമ്മളതിനെ അവിടെ കിടന്ന് പക്ഷീനെ മൊത്തം ഇറക്കി വിട്ടു. അല്ല, വിട്ടലിനെ മൊത്തം. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം പറന്നു വരും, നമ്മൾ സൈലൻ്റ് ആകുമ്പോഴേ. അല്ല, ഇത് പൊങ്ങി കഴിയുമ്പോഴത്തേക്കും, ഈ ഈച്ച പൊങ്ങി കഴിയുമ്പോഴത്തേക്കും എന്നാണിക്കും മറ്റേ ഇത് കൂട്ട് വരും, പക്ഷി വരും. വളരെ എക്ലിപ്സ് ഉണ്ടല്ലേ, മൂർച്ചയുണ്ടല്ലേ? നല്ല മൂർച്ചയുണ്ട്. ഇതിങ്ങനത്തെ അരം പോലത്തെ ആയതുകൊണ്ട് വലിച്ചാൽ മതി. പാക്കത്തിനേക്കാൾ രൂപ. എന്നാ ബാഗ് എടുത്തിട്ടാ പോലെ സുഖമാവും. കൊള്ളാം, നന്നായിരിക്കണം. ഹംഗ്രി ബേർഡ്സ്. എന്താടാ ഇത്? ഇവിടെ എന്നാടാ പരിപാടി? നമുക്കൊരു കട്ടൻ അടിക്കാം. ചായ ഇല്ലല്ലേ? ചായ ഉണ്ടായിരുന്നു, ചായ എടുക്കാൻ വേണ്ടി എടുത്താ. അതെ, നല്ല തണുപ്പത്ത് സോളാർ എക്ലിപ്സ് നോക്കിയിരിക്കുന്ന നമുക്ക് കിട്ടുന്ന ചായ അന്തസ്. ഞാനും തൊപ്പി വെക്കട്ടെ. പക്ഷി എന്ത് രസം.
എൻ്റെ ഷൂ ആണോ തിളങ്ങിയേക്കുന്നത്? അടിപൊളി. ഒരു പടം കാണാൻ ഞാഞ്ഞൂല് പോലെ എന്തോ ഒരു സാധനം പോയിട്ടുണ്ട്. എന്തൊരു ശാന്തം. ഓ, സമാധാനം എവിടെയായിരുന്നല്ലേ. ടൗണിൽ എപ്പോഴാണേലും വണ്ടിയും കാര്യങ്ങളും. ഓഹോ, നമ്മൾ ലൈഫിൽ ഇതിന് ആവർത്തിക്കുകയൊന്നുമില്ല. പക്ഷെ ഇപ്പം അത് പൊടി. നേരം കേട്ടോ, ലൈഫിൽ വൺ ടൈമാണ്. കാരണം അടുത്ത പ്രാവശ്യം നമ്മളിതുപോലെ എക്ലിപ്സ് കാണാൻ വേണ്ടി ഇതിന് വേണ്ടിയൊന്നും ആരും മേടിച്ച് ഇങ്ങനെ കെട്ട് കയറത്തില്ല. നമ്മുടെ ഒരു വന്നാലും ആവരണം കിട്ടണമെന്നില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് എപ്പോഴും ഫസ്റ്റ്. ഓ, സത്യമാണ്. ഒരെണ്ണമെങ്കിലും പോയിരുന്നെങ്കിൽ നന്നായിട്ടുള്ള. ഒരെണ്ണം ഞാൻ കണ്ടു, അങ്ങോട്ടൊരെണ്ണം പോയത്. സമയത്രേ 2 2 to 5 ഇടയ്ക്കാന്നാ പറഞ്ഞത്. 12:41. അയ്യോ, 1 മണി ആയതേ ഉള്ളൂ. 2 മണി വരെ വീട്ടിൽ ഇരിക്കുന്ന പോലെ പെട്ടുള്ള സാധനം ആദ്യമായിട്ട് കാണുക. നോക്കിയാ പോകുന്നു. അയ്യോ, ഒരു മല മൊത്തം അടിക്കുന്നുണ്ടാ. വണ്ടി ഓഫാക്കി. എന്നാലും മറ്റേ കത്തി കിടക്കുന്നതിനോ വണ്ടി തിരിക്കുന്നതാണ്. വണ്ടി കയറി വരുന്നുണ്ടാ മണ്ടേന്ന് താഴേന്ന്. മല ഉച്ചയില് ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്നു. ആവശ്യത്തിന് മിച്ചം തണുപ്പ്. കുടിക്കാൻ സാധനവും. ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പുറത്തുനിന്ന് സാധനം മേടിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. ഒരെണ്ണം പോയി ഒരു സിനിമ കാണുന്ന ഫീലുണ്ട്. നമ്മൾ ഈ ചിരി ചിരിക്കാതെ അടിയുന്ന ആൾക്കാർ വരുമ്പോൾ അത് പുതപ്പൊക്കെ പോയച്ച്. 2 മണിക്ക് ശേഷം തുടങ്ങുമെന്ന് പറഞ്ഞു. നമ്മൾ 2 മണി വരെ കണ്ടോണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പൊ 2 മണിയാകുമ്പോൾ കയറി കിടന്നായിരുന്നു. അല്ല, കയറി വന്നിട്ടെ 2 മണിക്ക് എണീക്കാന്നും പറഞ്ഞുകൊണ്ട് കലറൊക്കെ വെച്ചിട്ട് മൂഞ്ചിയാല്. വേറെ കാര്യമുണ്ട്, നമ്മൾ കിടന്ന് ഉറങ്ങിയെങ്കിൽ ഒരു കോപ്പ് എഴുന്നേക്കത്തില്ലേ. തണുപ്പത്ത് നമ്മൾ പിന്നെ കോപ്പല്ല എഴുന്നേക്കുന്നത്. ഓരോ ഉറക്കം കൂടെ നോക്കും. എന്ന് സോളാറില്ല, അത് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ടോളാം. എടാ ചന്ദ്രനടാ. ഇത്ര നേരം എവിടെയായിരുന്നു മോനെ? നീ എവിടെയായിരുന്നു കുട്ടാ? നീ എവിടുന്ന് വന്ന ഇപ്പം? അതെ, ഞാൻ ചന്ദ്രനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതെന്നാന്ന്. ഞാൻ ആദ്യം വിചാരിച്ച അവന്മാർ ലൈറ്റ് അടിച്ചേക്കുന്നതിന്റെ ബാക്കിയായിരിക്കും. ഞാൻ വിചാരിച്ചില്ല ചന്ദ്രനൊന്ന് സൂം ചെയ്തിട്ട് കഴുത്തിന്റെ ഇവിടെ നിന്നിട്ട് ഒരു മറ്റേ തുണിയും കൂടെ വെക്കുമ്പോ നിങ്ങളുടെ മറ്റേ നെക്ക് ഉണ്ടല്ലേ കുറച്ചെങ്കിലും. കാണുന്നതാണ് ചന്ദ്രൻ. ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്. നമ്മുടെ അന്തോണിയാണ് ദേ കിടക്കുന്നത്. കിടക്കണ കിടപ്പ് കണ്ടാ. ഇവിടുത്തെ കാറ്റ് കാണുന്നുണ്ട്. ആ ചെടി നോക്കിയാൽ മതി. എടാ അന്തോണി, നീ എന്നെ ഉറക്കത്തെ. പാവം കൊച്ച്. അയ്യോ അയ്യോ, എന്തൊക്കെ കണ്ടാലും. വിരിച്ചിടാം. സെറ്റിമസ്. എവിടെ ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടിട്ടില്ലേ? ഒരു നല്ല വൈബ് കിട്ടി അല്ലേ എന്തോണി? പൊതച്ചങ്ങ് മൂടി കിടക്കുവാനാടാ. നല്ല തണുത്ത കാറ്റ്.
വെരി ഗുഡ്. സൂപ്പർ. പ്രതീക്ഷിച്ചില്ല. ഇത്രയും തന്നെ പിടിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാലും കൊള്ളാം. കയറി വന്നപ്പോൾ ആവി എടുത്ത് പണ്ടാരം അടങ്ങി. ഇപ്പോഴാണ് ഒടുക്കത്തെ തണുപ്പ്. നാളെ രാവിലെ എങ്ങനെ എഴുന്നേക്കും എന്തോ. ഇതെന്തുവാടാ? വവ്വാലും കിളിയും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഫ്ലാഷ് അടിക്കുന്നോണ്ടേ മറ്റേ കുട്ടി ഈച്ച മൊത്തം ചാടി പുറത്തിറങ്ങുന്നുണ്ട്. അതിനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത് മൊത്തം വന്നേക്കുന്നത്. ഓ മൈ ഗോഡ്. 2 മണിയാകാൻ ഇനിയും സമയമുണ്ട്. തണുക്കുന്നുണ്ടോ കുട്ട? എന്നാ കിടന്നു. ഒരു നല്ല ഉറങ്ങി വരട്ടെ. പറയുമ്പോൾ തന്നെ ഉറങ്ങും വരുമായിരുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതേതാണ്ട് മിസൈല് ലോഞ്ച് ആകുന്നതിന് മുമ്പ് ടൈമർ വെച്ചോറ്. 2 മണി കഴിഞ്ഞില്ലേ? 2:30 ആയി കാണൂല്ലേ? 2:30 ആയിട്ട് നിലവിൽ നല്ലതൊന്നും കാണുന്നില്ലല്ലോ. ബിഗ് ബോസിനകത്ത് പറയുന്നുണ്ടേ സമയം 2:45, 2:15. ഇപ്പോൾ സമയം ഇപ്പോൾ സമയം 2:47. അവിടെ ഒരു ചെറുത് പോയി. ക്യാമറയ്ക്കകത്ത് സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്രയും വലുതായിട്ട് വരണം. ചെറുത് വന്നാൽ അതിൻ്റെ ഒരു സെറ്റപ്പ് എടുത്തില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. നാളെ എല്ലാവരുടെയും സ്റ്റോറി ഇതൊക്കെ തന്നെയായിരിക്കും. ആരെങ്കിലും എടുത്തിടും, പ്രീ മെൻഷൻ ചെയ്ത് അങ്ങനെ അങ്ങ് ഇടും. ചെറുത് പോയി. എവിടെയെങ്കിലൊക്കെ പോകൂ, വീട്ടിൽ വരൂ. നമ്മുടെ വണ്ടയെ കൂടെ ഇറങ്ങണ പോകണം. എന്നാ രസമായിരിക്കും അല്ലേ? അത് കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി. തണുപ്പ് ഇച്ചിരി കൂടുന്നുണ്ടോ എന്തോനെ. കാലൊക്കിപ്പം സോക്സ് ഇട്ടിട്ടും കാര്യമില്ല, കവർ ചെയ്തിട്ടും കാര്യമില്ല. സോക്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നീ സോക്സ് ഇട്ടിട്ടുണ്ടോ? ഞാൻ സോക്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ സോക്സ് ഇട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി സമാധാനം കിട്ടിയത്. അല്ല, ഇത് പുതച്ചിട്ട് ഈ തണുപ്പ് ഇവിടുന്ന് കയറുന്നത് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ തലയുടെ മണ്ടേ കൂടെ ഒക്കെ പോകുന്നുണ്ടോ? കാണത്തില്ല, പെടലി അങ്ങോട്ട് തിരിക്കണം. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോകണം. സൂപ്പറാ മോനെ. ഏത് മറ്റേ ഉൾക്ക കത്തിപ്പോകുന്നതല്ല, ഈ സ്റ്റാറില്ലേ അതൊരെണ്ണം ഇങ്ങനെ പോകുന്നതാണ്. നല്ല രസമായിരിക്കും. അവർക്ക് അത് തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ ഒന്ന് തന്നെയാണല്ലോ അല്ലേ? ഈ സൈഡ് ഞാനടുത്ത് വവ്വാലിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് പോയതാ. എടാ നമുക്ക് കാണാൻ പറ്റാത്തല്ല, നമ്മൾ കുറച്ചും തീഷ്ണമായിട്ട് നോക്കിയപ്പോൾ കാണാമായിരിക്കും. നമുക്ക് പരിമിതികളുണ്ടല്ലോ. നമ്മൾ കാണുന്നതിൻ്റെ ഇതിപ്പം മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ ഒരു വട്ടമാണ്. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നു പോകുന്നതല്ല ആ സൈഡിൽ കൂടെ ആയിരിക്കും. ദേവന്മാരൊക്കെ എപ്പോഴാ വന്നേ? ആണല്ലേ? അങ്ങോട്ട് മൊത്തം പിള്ളേർ സെറ്റ്. വ്യൂസ് തണുപ്പ് നമ്മളെങ്ങനെ കിടന്നു. പുറത്തോട്ട് തിരിച്ചു. ജസ്റ്റ് നോക്കട്ടെ.
അതിനകത്ത് കാണൂടാ തപ്പ. ഇത് എടുത്ത് വെച്ചാ we got the sunrise. എന്തൊരു വ്യൂ അല്ലേ.